കുളി കഴിഞ്ഞാലേ ആകെ ചെയ്യണൊരു പണിയാണ് കേട്ടോ. എന്താ ഈ ഒരു പൊട്ട് വയ്ക്കൽ. ഇനിയൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഒരു പൊട്ടിടും. എന്താ കണ്ടില്ലേ, സിന്ദൂരം കഴിഞ്ഞു കേട്ടോ. കഴിയല്ല, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കുട്ടികൾ താഴേക്കിട്ടു. കുളി കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ട, അതും കൂടി ഇട്ടേ. നമ്മളില്ലേ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. വൈകുന്നേരത്തെ വിശേഷം. ചായ കുടി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നേരത്തെ നമ്മളില്ലേ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ, മേലുകഴുകലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. മഴയൊന്ന് ചാറിയാൽ മതി കേട്ടോ, അപ്പം കറണ്ട് പോവും. അപ്പോൾ അതാ നമ്മുടെ കിച്ചുട്ടൻ കണ്ടോ അവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ അനിയൻ്റെ, ഏട്ടൻ്റെ താഴെയുള്ള അനിയൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു. പിറന്നാളിന് ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, ഇതാണ്ടില്ലേ ചായ കുടിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. എന്താ പിന്നെ അത് പറഞ്ഞില്ല, നിങ്ങളുടെ അവിടെ ഇങ്ങനെ മഴ ഉണ്ടോ? നമ്മൾ ഒരു ദിവസം ഡേ മൈ ലൈഫ് ഫുള്ളായിട്ട് എടുക്കുക, ഓരോ ദിവസം നമ്മുടെ വിശേഷങ്ങൾ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പ്ലാനുകൾ മാറ്റിയിട്ടുണ്ടേ. നമുക്ക് പറ്റണ പോലെ. മോട്ടർ നിറഞ്ഞിരുന്നു, നിർത്തിയോ? അതെ. അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷം കൂടി ഉണ്ട്. കനാലിൽ കുറച്ച് വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് കിണറ്റിൽ വെള്ളം ഉണ്ട് കേട്ടോ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഇത് മക്കളുടെ ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ അങ്കലാപ്പാണ്. കണ്ട, കുട്ടികൾ അടുക്കളയിൽ കയറി കഴിഞ്ഞു വെച്ചാൽ ആന കരിമ്പുന്തോട്ടത് കയറിയ പോലെയാണ് അവസ്ഥ. പിന്നെ ഇങ്ങനെ പരത്തി ഇടും. സ്കൂളില്ലാത്ത സമയത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ നിലവിളക്കില്ലേ, നിലവിളക്ക് ഇങ്ങനെ എടുത്ത് കഴുകുമ്പോൾ അതിൻ്റെ തിരി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടേ, അപ്പോൾ നിലവിളക്ക് ഇട്ട് വെച്ചിട്ട് തിരി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ ഈ തിരിയിൽ തീ കത്തിച്ചിട്ട് വെക്കുക വെച്ചാൽ വേഗം ശരിയാവും. അച്ചുവോ, ആരാണ് ചായ വെച്ച്? എന്നിട്ട് എന്ത് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് പയ്യൻ്റെ കഞ്ഞിയിൽ കൊണ്ടിട്ട് ഇതാ അച്ചു, ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തോലി പിന്നെ ഈ പാത്രം എന്നിട്ട് കൊണ്ടുവരണം കേട്ടോ. അയ്യോ മഴ. സുകന്യേ, സുകന്യേ, തുണി എടുത്താ? ദാ ഇവിടെ തുണിയുണ്ട്, ഇവിടുത്തെ തുണി എടുക്കട്ടെ. നമ്മളിന്നേ പുതിയ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചു കേട്ടോ. എത്ര ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ കണ്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതലാണ് ആദ്യമായിട്ട് ഉപയോഗിക്കണേ. ഇരുമ്പുള്ളത് മേലെ ഇപ്പം അങ്ങനെ മഴ ചാറുന്നുണ്ട് കേട്ടോ. ഞാൻ തുണി എടുത്തേക്കട്ടെ. അപ്പോഴേ ചോറ് വെച്ചതുണ്ട് കേട്ടോ. രാവിലെ പുട്ടുണ്ടാക്കി. അപ്പോൾ കുട്ടികൾ ഉച്ചയ്ക്കും ഒരു പാക്കറ്റ് പൊടിയും കൂടെ കേട്ടോ പുട്ടുണ്ടാക്കി. എന്നിട്ട് ഉച്ചയ്ക്കും കൂടി ഉണ്ടായിരുന്നു. എന്താ ഞാനാണ് ഒരു കഷ്ണം കഴിച്ച്. ശക്തിയായിട്ടൊന്നും മഴ പെയ്യണില്ല, ചാറുന്നുണ്ട് കേട്ടോ. അച്ചുമാ, അച്ചുകുട്ടിയേ, കിച്ചുട്ടോ, ഇനി അപ്പുറത്തും കൂടി ഉണ്ട്. ഇവിടെ കൊണ്ടേക്കട്ടെ. ചെടിയിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ. നമുക്ക് പടരാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പ് എന്തെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്യണേ. നിങ്ങളുടെ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോക്കുണ്ടോ? ഞങ്ങളുടെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരും കേട്ടോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നല്ല കാറ്റുമഴ ഉണ്ടായേ. നല്ല കാറ്റുമഴ പറഞ്ഞാൽ നല്ല കാറ്റുമഴ ഉണ്ടായി കേട്ടോ. അപ്പോൾ നമുക്ക് റബ്ബർ തൊടിയിൽ നിന്ന് ഇഷ്ടം പോലെ വിറക് കിട്ടി. ഇപ്രാവശ്യം അതേപോലെ കാറ്റുമഴയും പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴയത്ത് ഞങ്ങൾ ഓടും വിറകിന്. അപ്പോൾ നല്ല വിറക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 മാസം കത്തിക്കാനുള്ള വിറകുണ്ടാവും കേട്ടോ. അതാ പൊന്നു കരയിന്. എന്തേ ആരെ കാട്ടി? ആരാ നമ്മുടെ കുട്ടി കിച്ചുട്ടൻ കാട്ടി? ആരെ കാട്ടി അവനെ? പൊന്നൂനെ ആരെ കാട്ടി? അടി കിട്ടുട്ടോ കിച്ചു. മെല്ലെ തൊടണ്ട, കുട്ടീനെ തൊടണ്ട നിങ്ങൾ. അവനിന്ന് അംഗനവാടി പോയി വന്നിട്ട് അതിൻ്റെ ക്ഷീണാണ്. ഞാനേ മടാളെടുത്തിട്ട് പറ്റട്ടോ 2 കൊല്ലി പറക് വെട്ടാൻ.
മഴ പത്ര ഇങ്ങനെയാവും വിചാരിച്ചു. ഓ മഴ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. മഴ കൂടി വരുന്നുണ്ട്. കൂടട്ടെ. ഉണങ്ങി കിടക്കണ വർഗുകളെ. ഇതെന്താ ബെഡ്ഷീറ്റ് ഉണങ്ങാത്ത? ഇത് അത് അവിടേക്ക് ആ ഷീറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടിടാം. ഞാനതിപ്പോ തിരുമ്പിട്ടതാ. അയ്യോ അത് എടുക്കല്ലേ, അത് മുരിഞ്ഞക്കായ ഉണ്ടാവണ്ടേ. അതുണ്ട് പിടിക്കല്ലേ മൊന്നാ. അവൻ ചോദിച്ചതാ, സംശയം ചോദിച്ചു എന്താ ഇത്ര ദിവസം കാണാത്തത്. അതാ കണ്ടോ നമ്മള് കഞ്ഞിക്കൂർക്കൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ അത് കൂടെ. അപ്പൊ കുറച്ച് കുട്ടിയോളെ പറഞ്ഞത്. ഓ ആ അത് മുള്ളുകുത്ത് മേത്ത് മുള്ളു കുത്തുള്ളൂ കേട്ടോ. കുത്തു കാലിലും കുത്തും. കുട്ടിയോളെ ഉച്ചക്ക് അനിയന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ. അപ്പൊ രാവിലെ ചോറ് വെച്ചത് അങ്ങനെ ഉണ്ടിരിക്കണു. നീ ചോറ് വെക്കണ്ട, നമ്മള് കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കൂട്ടാൻ എന്തെങ്കിലും വെക്കണം. എന്താ കൂട്ടാൻ വെക്കുക പറഞ്ഞിട്ട് എന്താ അങ്ങോട്ട് നോക്കി വെക്കും. മഴക്കാറ് മൂടിട്ടോ മഴ പെയ്യണു പൊന്നാ. മഴ പെയ്യാൻ തുടങ്ങി. പൊന്നെ ഇങ്ങോട്ട് വാ. മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ പൊന്നു മഴ ചാറിന് അച്ഛനോട്ടി അങ്ങോട്ട് നടന്നു. കുട്ടി ഓടിക്കോ ഇപ്പൊ വരാട്ടോ. ഞാന് വൈകുന്നേരത്തെ ഒരു പണി കേട്ടോ വിറകുണ്ടാക്കല്. ഇപ്പൊ വേനൽക്കാലത്ത് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പെറുക്കി കൂട്ടിയിട്ടെങ്കിലും കത്തിക്കും. പെയ്യാൻ തുടങ്ങിയില്ലേ. സ്ട്രോങ് ആയി വരുന്നുണ്ട്. ഇത് പോവുന്നു ചാറിപ്പോ. അമ്മ ഉള്ളപ്പോഴാണ്. അമ്മ മഴ പെയ്യോ ഇപ്പൊ പെയ്യും തുണികളൊക്കെ എടുത്ത് വെച്ചോ പറയും. അതാ ട്രൗസറൊക്കെ ഊരിയിട്ട് കുളിക്കട്ടേന്ന്. എന്താ ഇവിടെ കൊണ്ടു വെക്കട്ടെ കേട്ടോ. ഷീറ്റിൻ്റെ ഇടയിൽ മഴ ചാറാൻ നല്ല ചാറാണ്. നമുക്ക് വിറക് ഇവിടെ കൊണ്ടുവന്ന് ഇടാട്ടോ. വിറകിടാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ടല്ലേ. ഈ ഇല ഇവിടെ ഇരുന്നോട്ടെ. മറ്റേത് പൊട്ടിയത് ഒരു നേരം ചോറുണ്ണാനേ മുറിച്ചെടുക്കാട്ടാ. അപ്പം അത് കാരണം എന്താ കണ്ടോ എന്നാ മഴ തുള്ളി ഇടാൻ തുടങ്ങി നല്ല രീതിയിൽ. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുക. കുറച്ച് വിറക് കിട്ടി. എന്താ പൊന്നാരി അങ്ങോട്ട് കയറണോ? നമുക്കേ പാത്രങ്ങൾ വെക്കാനേ ഒരു സ്റ്റാൻഡ് വാങ്ങണം കേട്ടോ. ഈ വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടെ തന്നെ വെക്കില്ല നടക്കുള്ളൂ. വെള്ളം മാറുന്നിട്ടല്ലേ ഇത് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട പോലത്തൊന്ന് വാങ്ങിയാലും മതി. സുകന്യേ ഗോതമ്പുണ്ടേ? ഒന്നുമില്ല മകളെ. എന്താ മകളേന്ന്? മീൻ വെള്ളത്തേക്ക് ഇപ്പൊ പോവില്ല. മീൻ വെള്ളത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അപ്പക്കും കാട്ടാന വന്നിട്ട് 6 മണിക്ക് എന്നാലേ കാട്ടാനേനെ കാണാൻ പറ്റുമോ? എന്താ അമ്മ ഇങ്ങനെ ഇരിക്കണ മുട്ടി? താങ്ക് യു. ഇതിന് കടി വല്ലതും ഉണ്ടോ? വേറെ വല്ല കടിയുണ്ടോ? ചന്തത്തിലുള്ള കടിയുണ്ടോ? ഒന്നുമില്ലണ്ടത്. എങ്ങനെ ചായ പിടിക്കുക? കുറച്ച് എന്റെ കൈ എങ്ങനെ കടിക്കുന്നു ചായക്ക്? അതാ പൊന്നു എന്താ കാട്ടിന് ഒത്തേ. ഇത് ചില്ലി മുളക് വറുത്ത പുളി ഉണ്ടാക്കി മതിയോ? ഇടിച്ചൊക്കെ ചില്ലി മുളക് വറുത്ത പുളി മതിയോ? വിളക്ക് വെക്കുന്ന കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയിട്ടേ. അപ്പം ഞാൻ ഫസ്റ്റില്ലേ തേങ്ങ വറുത്ത് അരക്കട്ടെ കേട്ടോ. എന്താ അത്? പാമ്പിയോ?
എവിടുന്ന് പാമ്പിനെ കിട്ടി എന്റെ കുട്ടിക്ക്? പൂവ് എങ്ങട്? ഇതെന്താ ഉത്തേത്? അമ്പോ ചക്ക തിന്നാൻ പോവാ എന്റെ കുട്ടി. പഴുത്ത ചക്കേ. കുട്ടി തിന്ന. അത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് തിരി അവിടെ എടുത്ത് വെച്ചാണ്. നമ്മളിതാ മല്ലിപ്പൊടി, ഇത് നമ്മൾ പൊടിച്ച പൊടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു കളറ്. കാരണം എന്താ വെച്ചാൽ നല്ല കളറാണ്. കടയത്തതിനും വേറൊരു കളറ് ആയിരിക്കും വരിക. അതാ മുളക് പൊടി, അധികം എരിവില്ല. ഇപ്രാവശ്യത്തെ മുളക് നമ്മളെ പറ്റിച്ചു. കുട്ടികൾക്ക് കഴിക്കണ്ടല്ലേ, അപ്പോൾ കുറച്ച് കൂടി കമ്മി. അതിലൊക്കെ ചെറിയ എരിവൊക്കെ കഴിച്ചോളും. അയ്യോ തോനെ എരിവ് വേണ്ടാനിട്ടേ. അപ്പോൾ അതാ നമ്മളിത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ഓ അതവിടെ അപ്പുറത്ത് കഴുകി വെച്ചിട്ടുണ്ടേ. നമ്മൾ ഇടിച്ചക്ക ഇടുന്നില്ല, ഇടിച്ചക്ക പിന്നെ ഒരു ദിവസം വെക്കാമെന്ന് പറഞ്ഞോട്ടോ. അപ്പോൾ പച്ചമുളക് വേണ്ട, പച്ചമുളക് ഞാൻ നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുന്നതിന് വ്യത്യസ്തമായിട്ട് വെക്കുമ്പോഴേ നിങ്ങൾക്ക് ഇനി എന്തായാലും ഇടിച്ചക്കയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഇടിച്ചക്ക ഇടുന്നത് എന്താണെന്നറിയോ? അമ്മ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ് കേട്ടോ. ഇഞ്ചിയാണോ? ഇഞ്ചി നമുക്ക് കുറച്ച് വിത്തിഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഞ്ചി. കോഴിക്കാലിന് ഇഞ്ചി എത്ര? കോഴിക്കാലിന് ഇഞ്ചി തന്നെ നല്ല ഇഞ്ചി കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അതില്ലേ കുഴിച്ചിടണം. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു കവറുണ്ടാ? അപ്പൊ കുറച്ച് ചുക്ക് ഉണ്ടാക്കാം. ചുക്ക് വേണ്ട, ചുക്കുണ്ട്. ചുക്ക് എന്താ വെച്ചാ മഴക്കാലത്ത് ചുക്ക് കാപ്പി വെക്കാനേ ചുക്ക് അത്യാവശ്യമാണ് കേട്ടോ. പക്ഷെ നമുക്കിത് എന്താ വെച്ചാൽ നല്ല നാടൻ ഇഞ്ചി ഇല്ലേ, നമ്മുടെ ഈ കടയത്ത് വാങ്ങുന്ന ഇഞ്ചിയുടെ അത്ര വലിപ്പം ഉണ്ടാവില്ല കേട്ടോ. എന്താ തടി ഉണ്ടാവില്ല. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ ഓരോ ഇഞ്ചിയില്ലേ വണ്ണം കുറവായിരിക്കില്ലേ? വണ്ണം കുറവ് ഇതാട്ടോ. മല്ലി മുളകും ഇനി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 16 ചാല അങ്ങോട്ട് നടക്കണം അല്ലേ? കൂർക്കട കൂടെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് വയ്ക്കും. ഇപ്പൊ ഒരു നേരത്തേക്ക് മാത്രമാട്ടോ വെക്കണത്. പോരെ? എന്ത് ഇഞ്ചിയാ? ഇഞ്ചി ഒരു കഷ്ണം കിട്ടിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. സുകന്യെ ഏട്ടനൊരു കഷ്ണം ഇഞ്ചി കൊടുത്താ? അത് അച്ഛൻ്റെ അടുത്തുണ്ടേ. ഇഞ്ചി സംഭാരോ ഈ നേരത്തോ? ഇത് ഒരുപാടുണ്ടല്ലോ. അത് കുറച്ച് കൂടുതൽ അരച്ച് വെച്ചതാണേ. അതെ, നാളെ രാവിലെ നീർദോശ അല്ലേ, നീർദോശ ഉണ്ടാക്കാം. അമ്മുന്റെ അമ്മു ചക്കയും കൊണ്ട് നടക്കണം കേട്ടോ. ഓ ഫോണ് തുറന്നു തരാ തരാലോ. നമ്മള് കണ്ടോ ഉപ്പ് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് നല്ല പോലെ ഒന്ന് തിരുമ്പി പിടിക്കട്ടെ. പക്ഷെ ഇതൊക്കെ അല്ലേ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നോക്കി എന്ത് രസാചര ഇഞ്ചിക്ക്. അപ്പോ കൂർക്ക കൂർക്ക ഏട്ടന് ഇഷ്ടല്ല കൂർക്കുന്നത്. കഴുകിയിട്ട് തിന്നെ. അത് കഴുകിയിട്ട് വേണം തിന്നട്ടോ. അങ്ങനെ എടുത്തോ തിന്നരുത്. എന്ത് 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 വേണ്ട വേണ്ട മതി 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 മതി. നീ കള്ളത്തി മാറോ? നിന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം തിന്നു. അപ്പതാ നമ്മളിതാ തിരുമ്പി വെച്ചിട്ടുണ്ടേ. കണ്ടോ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ പൂട്ടല്ലേ? ഓ സുന്നെ ക്യാരറ്റ് കുറച്ച് തേച്ചിട്ട് കഴിച്ചു നോക്കി. കഴിച്ചോ? അച്ചാറ് മുക്കി കഴിക്കും പോലെ അടിപൊളിയാണ്. കഴിച്ചു നോക്കി. ഞാനിപ്പോ കഴിച്ചുള്ളൂ. അതിലെ തൊലി കുഴപ്പമില്ല. അച്ഛോ കുറച്ച് വെള്ളം കൂടി. എവിടേക്ക് ടാറ്റ? ആർക്കാ ടാറ്റ? അതെ ടീച്ചർക്ക് ടാറ്റ കൊടുത്തോ കുട്ടി? മേമിക്ക് കൊടുത്തോ?
പകുതി പോയി തിന്നത്. പകുതിയോ ഫുള്ളോ മുഴുവനോ ഒക്കെ ഫുള്ള് തിന്നാലും പരാതിയൊന്നുമില്ല കേട്ടോ. നിനക്കെന്താ കൊണ്ട് സുകന്യ? സുകന്യ ഞങ്ങളുടെ കൂടെ വേണമെങ്കിൽ കൂടിക്കോ തടി കുറയാന്. ഇനിയും കുറച്ച് തടി കുറയ്ക്കാണ്ട്. ഞാനെല്ലാവരും പറയുന്നുണ്ട് കുറച്ചൊന്നുമില്ല കേട്ടോ. സുകന്യ 1.5 തടി കുറയ്ക്കാനുള്ളത്. ആ ശരിക്ക് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഉള്ളിയും ഒരു നാരങ്ങ പിന്നെ ഓരോ മുട്ടയും 2 കഷ്ണം ചിക്കനും. അതും ചോറും തൊടാൻ പാടില്ല. ചോറും കാപ്പിയൊന്നും. അപ്പൊ ഞാനെന്താ പൊട്ടിക്ക, ഞാൻ ആ തീയൊന്ന് കത്തുണ്ടോ നോക്കുമ്പോണ്ടേ ചോറ് തീറ്റിട്ട് കുറച്ചാൽ മതി സുകന്യ. മധുരം ഉപ്പ് എന്ന് പറഞ്ഞാൽ വായിക്ക രുചിയില്ല ഒന്നും തിന്നാതിരുന്നാ മതി. അതന്നെ സംഭവം. എന്ത് ഉപ്പോ? ഞാനതാ പറഞ്ഞത് ജിമ്മിക്ക് വന്നോന്ന് കൊട്ടിക്കാം ചാടി മറിയ. നമ്മളോട് ഒരാള് വേണം അമ്മ വരുന്നത്. എന്നെ പറഞ്ഞ ജിമ്മിന് വന്നാതിയേ രാവിലെ പോര്. ഒരു 6:30 വരെ അവിടെ ഇങ്ങനെ കുത്തി മറിയ പോയിട്ട് കൈയും കാലൊക്കെ അനക്കാൻ പറ്റാണ്ട് 4 ദിവസത്തിന്. നല്ല രസമായിരിക്കും 4 ദിവസം. പിന്നെ പൊന്നൂനൊക്കെ എന്നെ പറപ്പിക്കും അമ്മ അല്ലേ? 4 ദിവസം കൂടി നിർത്തി കഴിഞ്ഞിട്ട് വരിക വന്നളേ. ഇത്രയും കൂടി ഇത്രയൊക്കെ നമ്മൾ പറയുന്നില്ലേ ചേട്ടാ? എനിക്ക് കാരണം നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അലർജി, PCOD, എന്തൊക്കെ തേങ്ങ ഉണ്ടോ അതൊക്കെ ഉണ്ട് എനിക്ക്. എല്ലാ ദിവസവും വരണം. അതിന് പറ്റെങ്കിൽ വന്നാൽ മതി. മാസത്തിൽ 5 ദിവസം വന്ന് ഫീസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ വേണ്ട, ഒരു 5 ദിവസം ഒഴിവാക്കിക്കോ. ബാക്കിയുള്ള ദിവസം വന്നോ, എന്നാലേ ശരിയാവും. റിസൾട്ട് കിട്ടണം പറഞ്ഞാൽ നല്ല വർക്കൗട്ട് ചെയ്യും. അമ്മ ഫീസ് കൊടുത്തിട്ട് ആഴ്ച മുന്നോട്ട് വരും. ഒരു ഫീസ് കൊടുത്തിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ വരില്ല. അമ്മ ഉപ്പിട്ട് കൊടുത്താ എപ്പോ അവിടെ അത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിലാണ്ട് അടയുന്നു. പക്ഷെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കണ്ട? ഓ എത്ര ഉപ്പാണ് അതില്. അമ്മോ ഫോണ് ചാർജ് ചെയ്തിട്ടില്ല. എന്താ ഒന്നരക്ക് മൈഗ്രെയിൻ വന്നിട്ട് ചതിക്കും. ഇല്ലെങ്കിൽ PCOD പ്രശ്നങ്ങളായിട്ട് 10 ദിവസം ഒന്നും ആവില്ല. അതിന്റെ മുമ്പ് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഇങ്ങനെ ഫീസ് കൊടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു അസുഖം വരും. പിന്നെ എല്ലാരും അടുത്ത മാസം ഫീസ് കൊടുക്കുന്ന 2 ദിവസം മുന്നേ ആവുന്നില്ല. ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ട് വരും. മല്ലിപ്പൊടി എന്താ നമ്മളിതാ ഉള്ളി ഇട്ടോ, ഉള്ളി ഇടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? വെയ്യായ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് എന്താ ഒരു കാര്യത്തിൽ നിൽക്കാതിരിക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. സുകന്യക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അത് സുകന്യ സുകന്യ യോഗയ്ക്ക് ഉണ്ടല്ലോ. ഒരു ദിവസം മുടങ്ങ കണ്ട സുകന്യ യോഗ പോയതാ. എന്ത് അപ്പോൾ ഈ മേം മറന്നുണ്ടാവുന്ന ഇങ്ങനെ ഇതെല്ലാം മറന്നിട്ടാ. അതാ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാറ്. നോക്കി നോക്കി ചപ്പാത്തിക്ക് കുഴച്ചോന്ന്. എന്താ ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി നമ്മളില്ലേ ഇതിക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്താ എൻ്റെ പൊന്നാരി ഇങ്ങനെ ഓരോന്ന് പറയണേ? ഉള്ളിയും തക്കാളിയും തക്കാളി വല്ലാണ്ട് വാട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ കടന്നിങ്ങനെ വാടട്ടെ വിചാരിച്ചു. അയ്യോ പിന്നെയും പോയി അങ്ങട്. ഇതാ നമ്മൾ ചിക്കനും കൂർക്കിയും പാടെ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലാണ് പ്രശ്നം. ഇതാട്ടോ എനിക്ക് 4 വേണ്ട കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ചോറ് എന്താ ചെയ്യാ? എല്ലാരും കഴിച്ചു ഈ എന്തിനാണ് ഡയറ്റ്? പൊന്നെ ചിക്കൻ ചക്കയായി പോവും അവസാനം കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലോ. ടിങ് ടിങ് പറഞ്ഞിട്ട് കാര്യല്ലേ. പിന്നെ ഇത് നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട്
വേവിക്കുകയാണ് കേട്ടോ. ഇതാണ്ടോ കളറൊക്കെ കണ്ടോ. ഈ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതില്ലേ ഫ്രിഡ്ജിൽ കൊണ്ടേക്ക്. ആ ഈ കേട് വരുത്തി കളയരുത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താ പഠിച്ചൊക്കെ ഓർഡർ കൊടുത്തോളട്ടോ. തേങ്ങ ആ ചൂടായി നമ്മള് മാറുണ്ണി എന്തത്ര വേണ്ട? ഗോതമ്പ് ദോശ. ഓൺലൈനിൽ AC കാറോ? അവ ദോശ വേണം പറഞ്ഞു, കാറല്ലേ വേണം പറഞ്ഞേ. അപ്പോഴേക്ക് AC കാർക്ക് എത്തി. എന്താ വേണ്ട? ദോശ എത്ര വേണ്ട? നേരെ വിളിച്ചോളം ഉണ്ടാക്കാം കുഞ്ഞ്, നാളെ ഞായറാഴ്ച അല്ലേ. ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് മാവ് വാങ്ങിട്ട് വന്ന് അവർക്ക് പൂതിയാണ് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോ എന്താ അതിലെ മാവിൻ്റെ ഇടയിലോ അതെ ഇതാ പെരിഞ്ചീരകട്ടോ. ഒരു മെല്ലെ 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 മെല്ലെ. അത് കുറച്ച് ഒരു ഗ്ലാസ്. എന്താ അതിന്റെ കളറ്? ഓറഞ്ച് വൈനാണ് കേട്ടോ. ഓറഞ്ച് വൈൻ സോനി കുടിച്ചോ. അത്രയൊന്നും കഴിക്കരുത്, പകുതി കഴിച്ചാൽ മതി. ആ പകുതി കഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കണ്ട, തിക്കില്ലാത്ത സാധനമാണ്. നീ കുടിച്ചോക്ക്. എടി കുടിച്ചോ. മധുരാണ്, നോക്കി കുടിക്കണം. നല്ല മധുരം പറഞ്ഞ അങ്ങനെ മധുരമൊന്നും ഇല്ല ഇപ്പൊ. അത് എന്നാലും ഒരു പാകത്തിനുണ്ടോ. നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഓറഞ്ച് വൈനാണ്. ഓറഞ്ച് വൈനാണ് കേട്ടോ. അവിടെ എടുത്തേക്ക് കുഞ്ഞ് അത് കുടിക്കണ്ട, അത് കലങ്ങാതെ കലങ്ങിയതാണേ. അത് കുടിക്കണ്ട, തെളി കൊടുത്ത് കുടിക്കും. അവിടെ കൊടുത്തിട്ടുണ്ടായിട്ട് എന്താ കുഞ്ഞ കാര്യം. രാവിലെ പുട്ടുണ്ടാക്കിട്ടോ. ഇപ്പൊ ദോശ ഉണ്ടാക്കാൻ പറ്റി കൊടുന്നുകൊണ്ട്. അതിന് മാവ് അരക്കണം, മാവ് കുതിരാൻ വരണം, അരക്കണം, എന്തൊക്കെ പണിയുണ്ട് കുഞ്ഞാ. ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട, ഇപ്പൊ ഉണ്ടാക്കണ്ട. അത് കൂട്ടിട്ട് തൽക്കാലം കഴിക്കും. നാളെ വൈകുന്നേരത്ത് ഉണ്ടാക്കടാ. കുറച്ച് ഇറച്ചി അവിടെ എടുത്ത് വെച്ചിട്ടില്ലേ, അരി വെള്ളത്തിലിടേ. എന്നിട്ട് നാളെ രാവിലെ അരി അരച്ച് വെക്ക പോരെ. ഇന്നത്തെ ഒരു ദിവസം നീ ക്ഷമിക്ക് കുഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇത് കുതിരൊന്നും വേണ്ടേ. ചോറ് വെച്ചോ? ചപ്പാത്തി ഇഷ്ടമല്ല കയ്യിലല്ലേ ചോറ്. കുടിച്ചോ? എന്തായിരുന്നു അത്? മധുരം തന്നെ. അത് അല്ലെങ്കിൽ മധുരാന്ന് അറിയാലോ. മുന്തിരിയാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയിരുന്നു. അത്ര വലിയ ടേസ്റ്റ് ഇല്ല. പിന്നെ തരിപ്പുണ്ടാവുന്ന തരിപ്പൊക്കെ ഉണ്ടാവേ. അതില് ഗ്യാസല്ല തരിപ്പുമാരി ഉണ്ടാവും കുടിക്കുമ്പോ. അതില് കൊറേ മരുന്നുകൾ ഇടുന്നല്ലേ. പിന്നെ ഒന്നുമില്ലെങ്കിൽ ജ്യൂസ് മാതിരി ആവുമ്പോ വൈന് പറഞ്ഞ വൈൻ്റെതായ ഇത്ര ഞാൻ വറക്കണല്ലേ. അല്ലാണ്ട് വറക്കണമൊന്നുമില്ല കേട്ടോ. ഒരു മഴ പെയ്തു പോയപ്പോഴേക്ക് ഭയങ്കര ചൂടല്ലേ. ചൂട് ഭയങ്കര ചൂടുണ്ടമ്മ. എന്ത് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. അമ്മമ്മ ഉണ്ടാക്കണത് അമ്മമ്മയുടെ അടുത്തല്ലേ ഉണ്ടാവുക. ഇതില് കറിവേപ്പിൻ്റെ ഇല അല്ലേ എന്താ അവിടെ ഇരിക്കുന്നു. എന്താണ് അമ്മ അമ്മമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മക്ക് പ്രായമായി, അമ്മമ്മക്ക് അനുഭവങ്ങളുണ്ട്, അമ്മമ്മക്ക് അറിവുണ്ട്. അമ്മമ്മ ഒന്നും രണ്ടും സ്ഥലത്തെല്ലാം പോയിട്ടുണ്ടാക്കിയിരുന്നു. അമ്മമ്മ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വീടുകളിൽ കൂടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മമ്മക്ക് കൂടുതൽ അറിയാം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ 10-17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്ന് എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നില്ലേ. ഓ എനിക്ക് വയ്യ. എന്നിട്ട് നിങ്ങനെ കുറ്റം പറയാൻ പാടും.
എന്നെ കിട്ടിയതിനുള്ള പാരമ്പര്യം. എന്താ പുതുകഥ? ആരൊക്കെ പരത്താൻ നിൽക്കുന്നവര്? ആരൊക്കെ പരത്താൻ നിൽക്കുന്നവര്? എന്താ കുഞ്ഞുണ്ണി? നാച്ചു നാച്ചു ദാ എന്ത് എന്ത് ശരിക്കില്ലേട്ടാ ഇവിടെ ആ ചിമ്മിനി വെക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ചിമ്മിനി വെക്കാൻ പറ്റും നോക്കി നോക്കാം. എന്ത് സ്മെല്ലുള്ള നല്ല കേറുണ്ടല്ലേ. മീനൊന്നും വറക്കാൻ പറ്റില്ല. മീൻ ഇതിന്റെ ഉള്ളിൽ വറുത്ത് കഴിഞ്ഞല്ലേ ചിമ്മിനി കൊണ്ടുള്ള ഉപയോഗം അതന്നെയാണ്. അതിന് വെക്കണതന്നെയാണ് ചിമ്മിനി. ഒരു ചക്കരം കളയണ്ട. കിച്ചു എന്താണ്? കിച്ചോ അത് മേം വരത്തിക്കൊള്ളു. നീ ഇടങ്ങറാവണ്ട. ശരിക്കും നമ്മളോട് വൈകുന്നേരത്ത് ആരെങ്കിലും വന്നല്ലേ അവർക്കൊക്കെ പ്രാന്തായിട്ട് പായ വരും. വീടും വേണ്ട കൂടും വേണ്ട. ഒന്നും ഭ്രാന്താവില്ല ഏട്ടാ. കുട്ടികളും മക്കളും ഇല്ലാത്ത വീട്ടില് അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഒരു ഒച്ചയും ബഹളം ഇല്ലാണ്ട്. നമുക്കിപ്പോ അത് ഭയങ്കര സന്തോഷമാണ്. നമുക്കത് കാണാൻ രസമാണ്. പക്ഷെ പുറമേ നിന്ന് ചിലപ്പോ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയൊന്നും ഈ വീട്ടില് സൈലന്റ് ആയിരിക്കുന്നവരെ കൂടെ ഒന്നല്ലേ. എന്താത്? എന്തിനാ മാവ്? ഒരു ചപ്പാത്തി വെറുതെ പോയില്ലേ ഇപ്പോ? ആലോചിക്കാനൊന്നുമില്ല, അത് പോയി. ഇനി എന്താ കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ? അതാ ഇപ്പൊ ഒരു കാര്യമുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ പാത്രം കഴുകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടണ്ടേ. ഇപ്പൊ പാത്രം കഴുകല് സുഖാലേ സൂന്യെ? ഇതാ വേഗം വേഗം പാത്രം കഴുകല് കഴിയും കേട്ടോ. കൈ ഞാൻ ആർക്കാ വിളിക്കണേ? കിസ്സോ? ആർക്കാ വിളിക്കണ എന്റെ കുട്ടി? എടുക്ക്. ഹലോ ഹലോ സുഖിനിക്കേ ഗിഫ്റ്റ് വന്ന് നടക്കണ്ടതാണ്ടോ? ഐഫോൺ. ഗിഫ്റ്റോ? എവിടെ സുഖിനെ? കണ്ടില്ലേ? ഇനി തേങ്ങ അരക്കാതെ വേണമെങ്കിൽ തേങ്ങ അരക്കാതെ വെക്കാട്ടോ. നമ്മൾ തേങ്ങ അരക്കണ്ടേ. ഞാൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടിട്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ വെള്ളത്തിൽ ചുക്കുവെള്ളം വെക്കാൻ പറ്റില്ല, ചോറ് വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ജലനിധിയത്തെ വെള്ളം കൂടി ഇതിക്ക് കയറുന്നുണ്ട്. അപ്പം അത് കാരണം കണ്ടോ കറി കണ്ടില്ലേ? നമ്മളിതിൽ തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ. തേങ്ങ അരച്ചൊഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. കണ്ടോ കറി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലേ? ഇതാ മേമ അങ്ങോട്ട് പോയി. അമ്മൂന് എന്താ വേണ്ട? ചപ്പാത്തി വേണ്ട? ചോറ വേണ്ട? ചപ്പാത്തി പാകത്തിൻ്റെ വലിപ്പമുള്ളല്ലോ. ബോരിയുടെ വലിപ്പമല്ലേ? കറക്റ്റ് അളവാ. എന്താ ഇതിൽ ഈ കൂർക്ക കഴിക്കല്ലേ നല്ലൊരു പ്രത്യേകത. ഇനി എന്നിട്ട് കുറച്ച് ചോറുണ്ടണേ കേട്ടോ. അച്ചു ചോറ് കുഞ്ഞു കഴിക്കാൻ പോന്നോളൂ. വായോ. ചോറല്ലേ കഴിക്കുന്നത്? കുഞ്ഞണ്ണി വായോ. എന്താ കുഞ്ഞ? കിച്ചുവേട്ടന്റെ കാളാ? വാവൂ വാട്ടെ കാളാ. ചോറുണ്ടാ? ഡയറ്റിന് ചപ്പാത്തി ഉണ്ടാക്കുക. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. രണ്ടെണ്ണൊക്കെ ഉണ്ടാവും. എന്നാ എന്താണ് തല്ലണത്? കരളില്ല. കരണ്ടോ? നിക്ക് നിക്ക്. അച്ഛനെന്താ കഴിക്കുന്നത്? കഴിച്ചോ? മിടുക്കി പൊന്നേ. അച്ഛൻ കുട്ടി എവിടേക്ക് പോണ്? കുഞ്ഞു എന്താണ് പായണ്? കുറച്ച് ചോറ് കറി ഇവിടെ അല്ലേ വെച്ചിട്ടുണ്ട്? ആ ശരി. പാത്രം എടുക്കാനാണോ? അനിയനും എടുത്തോണ്ട് പോരണ്ട പയ്യ്. അവിടെ ചപ്പാത്തി 5-6 എടുത്തിട്ട് പോണേക്കാളും നല്ലത് ആളെങ്കിലും എടുത്തിട്ട് വരല്ലേ. എന്നാ ഒരു സാധനം എടുത്തിട്ട് വരണ്ടു. നീ കഴിക്കങ്ങോട്ട് ഇല്ലേ? ചപ്പാത്തി എടുക്കണം, കറി എടുക്കണം, എന്തൊക്കെ എടുക്കണം ഏട്ടാ. അപ്പൊ നമുക്ക് വിശേഷം നിർത്തിയാലോ? നാളെ കേട്ട് നാളെ കാണാം. ബൈ.